ട്രാവൽ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റും. ആ മിസ്റ്റേക്കുകൾക്ക് നമുക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസ നമ്മൾ സ്വയമാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു, പണി പാളി. ആകെ ടെൻഷനായിരുന്നു, എന്ത് പറ്റുമെന്നും അറിയാൻ പറ്റില്ല. ഈ ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ മൊത്തത്തിൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയായിരുന്നു, എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ നഷ്ടം വരും, എത്ര രൂപയുടെ നഷ്ടം വരും എന്നൊക്കെ ആയിരിക്കും. എൻ്റെ ഭാര്യയല്ല എന്നെ കൂട്ടാതെ പോകുന്നത്. അങ്ങനെ അൽമാട്ടി 2 എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ അൽമാട്ടി ടു ടാഷ്കൻഡ് പോകുന്നത്. അവിടെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ലാൻഡ് ബോർഡറൊക്കെ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇമിഗ്രേഷനൊക്കെ ആ രീതിയിലായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ ഭാര്യയല്ല എന്നെ കൂട്ടാതെ പോകുന്നത്. നൈസ് റെയിൽവേ സ്റ്റേഷനാണ്. ഷാൻഡ്ലിയറൊക്കെ കണ്ടില്ലേ. പിന്നെ ആ പഴയ ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെ കൊള്ളാം. നമുക്ക് പോകാനുള്ളതാണോ ഈ കിടക്കുന്നതെന്നൊരു സംശയമില്ലാതില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. 7:15 ട്രെയിനാണ്. 6:45 തന്നെ എത്തി. കയറാനുള്ളവരൊക്കെ ഓൾറെഡി റെഡിയാണ്. അരമണിക്കൂർ മുമ്പൂടെ വരും. നമ്മളെല്ലാവരും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കയറും. ആക്ച്വലി ഈ ട്രെയിനിൽ 3 ടൈപ്പ് സീറ്റിംഗ് ആണുള്ളത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്, പിന്നെ ഒന്ന് സെക്കൻഡ് ക്ലാസ് ആണ് ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് സിറ്റിംഗ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മോർണിംഗും ഉണ്ട്, അതുകൂടാതെ തന്നെ നമുക്ക് ലേറ്റ് നൈറ്റ് അത് നമുക്ക് കിടന്നുറങ്ങി കാലത്ത് എഴുന്നേറ്റ് ബോർഡിങ് കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റിലെ സൗകര്യങ്ങൾ നോക്കാം. ആക്ച്വലി ഇതിനകത്ത് 4 പേർക്കാണ്. ഇതാണ് അപ്പർ ബെഡ് വരുന്നത്, ഇതാണ് ലോവർ ബെഡ്. ആക്ച്വലി ഈ ലോവർ ബെഡ് ഇങ്ങനെ കിടക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇരിക്കുന്നതിന് കണ്ട നമുക്ക് തലയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതായത് മുകളിലുള്ള ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സാധനം ഉയർത്തി വെച്ചാൽ മാത്രമാണ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് AC-യുടെ തണുപ്പ് ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ കസാഖിസ്ഥാൻ്റെ ഇൻഫോർടൈൻമെൻറ്റ്, നമുക്ക് സിനിമയും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്രീ വൈഫൈ ഇത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാവില്ലേ, ആ ടൈപ്പാണ്. അതായത് നമുക്ക് വൈഫൈ ഉപയോഗിച്ച് നമ്മളുടെ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഇൻഫോർടൈൻമെൻറ്റിലുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. പിന്നെ മുകളിലേക്ക് കയറാൻ വേണ്ടി ചെറിയൊരു ലാഡർ സംഭവമാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ട് മുകളിലേക്ക് കയറാം. പിന്നെ ലൈറ്റ്സ്, പിന്നെ ടവല് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ പില്ലോ, ബ്ലാങ്കറ്റ് എല്ലാം അടുത്തുള്ള ലൈറ്റ്സ് കാര്യങ്ങൾ. പിന്നെ ഒരു ഡസ്റ്റ്ബിൻ ഇടാനുള്ള ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്ലോട്ട് തുടങ്ങിയ കാര്യങ്ങൾ, ഒരു ട്രേ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഈ കസാഖിസ്ഥാൻ്റെ ഇതൊരു ഓഫർ ചെയ്യുന്നത്. 19:13 നമ്മളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് 19:13 ആയപ്പോഴേക്കും സംഭവം സ്റ്റാർട്ടായി. വെള്ളമാണ് അത് നമുക്ക് ഫില്ല് ചെയ്യാൻ കാണുന്നത്. ആക്ച്വലി ഈ ട്രെയിനിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കാഴ്ച കാണാം. ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ് ഉണ്ടോ, ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ ആരുമില്ല എന്നുള്ളൊരിതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. നമ്മൾ ഇന്നലെ 19:18 അൽമാട്ടി 2 എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്തുന്ന സമയം അവിടെ എത്ര മിനിറ്റ് ഹോൾട്ട് ഉണ്ട് അങ്ങനെയുള്ളതാണ്. അങ്ങനെ ഏകദേശം 10:55 ആകുമ്പോൾ 9:48 ആകുമ്പോൾ ഇതാണ് കസാഖിസ്ഥാൻ്റെ ബോർഡർ വരുന്നത്. ഇവിടെ ഒരു 50 മിനിറ്റ് നിർത്തും. അവരുടെ ചെക്കിങ് കാര്യം നമുക്ക് എക്സിറ്റ് സീൽ അടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അവിടെ നിന്ന് 10:55 ആകുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ബോർഡറിലെത്തുന്നു. അവിടെ ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. അതിലാണ് നമ്മളുടെ ഈ എമിഗ്രേഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം. ഒരു 12:15 ആകുമ്പോൾ പോകും. എന്നിട്ട് 12:45 നമ്മൾ ടാഷ്കൻഡ് എത്തും. ട്രെയിനിൻ്റെ വാഷ്റൂം ഇതാണ്. ഒരു കമോഡ് ഉണ്ടാവും, ഹാൻഡ് വെയർ, പിന്നെ ഒരു സംഭവം. ഓരോ മണിക്കൂറിലും ഇവരിത് വാഷ് ചെയ്യും. പിന്നെ വളരെ വൃത്തിയായിട്ട് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സംഭവമേ അല്ല. ഇവിടെ ഓരോ മണിക്കൂറും
വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്യുന്നത് മാത്രമല്ല, പേരിനല്ല, അത് വൃത്തിയായിട്ട് ഒരു വാഷ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഇതിൽ ഓരോ സംഭവം ചെക്ക് ലിസ്റ്റ് വരെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് വണ്ടി തന്നിരിക്കും. വാലൈക്കും സ്ലാം. പുള്ളിയാണ് നമുക്ക് ഇതിൻ്റെ ഡോളർ കൺവേർട്ട് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ ട്രെയിനിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് എത്രയായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അവസാനം എത്രയാണെന്ന് പറയാം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാസ് ഇതാണ്. പിന്നെ ഡിസ്പെൻസർ ഉള്ളതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കോഫിയുടെ സംഭവം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് ചൂടോടുകൂടി കോഫിയൊക്കെ കുടിക്കാം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാസ് ഇതാണ്. സെപ്പറേറ്റ് ഗ്ലാസ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ അവിടുത്തെ മെനു ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അത് ഫുൾ ഉണ്ടായിരുന്നത് റഷ്യനിലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ട്രാൻസ്ലേറ്റർ, ഫോട്ടോ കാണിച്ചിട്ട് ട്രാൻസ്ലേറ്റർ ആവുന്ന ഒരു സംഭവമില്ലേ, അതും ഉണ്ടായിരുന്നില്ല. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതാണ് ട്രെയിനിൽ നിന്നുള്ള കാഴ്ച. ഇതാണ് മെനു. വല്ലത് മനസ്സിലാവണ്ട. Everything is in Russian. Organic and pure natural. ഇതെന്താ വോഡ്ക? വോഡ്ക മനസ്സിലാവും നമുക്ക്. ഇവിടെ 30യുടെ കളികളൊന്നുമില്ല, ഇവിടെ 50 കേട്ടോ. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനും പറ്റില്ല. നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ മെനു. ഇത് നിങ്ങളിത് പോസ് ചെയ്ത് ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഇൻ കേസ് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ചീപ്പാണ്. കാരണം ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ബാക്കി റെസ്റ്റോറൻറ്റിലെ റേറ്റിൻ്റെയൊക്കെ ഒരു പകുതിയൊക്കെ വരുന്നുള്ളൂ. ഒരുപാട് വലിയ കൂടിയ സംഭവങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ റെസ്റ്റോറൻറ്റിൽ ഇതുപോലെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഡൈനിങ് ചെയ്യാന്ന് പറയുന്നതും ഒരു നൈസ് ഓപ്ഷനാണ്. ഇതാണ് അതിൻ്റെ വ്യൂ വരുന്നത്. നിങ്ങളൊരു കപ്പിളാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ടിപ്പ് ഒരെണ്ണമുണ്ട്. കാരണം ഇതിൽ 3 സെക്ഷനാണുള്ളത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ്, ഒന്ന് സെക്കൻഡ് ക്ലാസ്, ഒന്ന് സിറ്റിംഗ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളതായിരിക്കും. 2 പേര് മാത്രമാണ്. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സെക്കൻഡ് ക്ലാസ് ആണ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 4 പേരാണ്. 4 പേരെന്ന് പറയുമ്പോൾ ഇതുപോലെ ഇത് അപ്പർ ഡെക്ക്, ഇത് ലോവർ ഡെക്ക്, ഇതുപോലെ ഈ സൈഡിലും ഉണ്ട്, ഞാനിരിക്കുന്ന സൈഡിലും ഒരെണ്ണമുണ്ട്. അപ്പോൾ അങ്ങനെ 4 പേരുടെയാണ്. അപ്പോൾ നിങ്ങളൊരു കപ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രൈവസിയൊക്കെ വേണം. എന്നാൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. അതും വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ബോഗിയിലും ഒരു സെഗ്മെൻറ്റ്, അതായത് എല്ലാ ബോഗിയിലും ഒരു പോർഷൻ മാത്രമായിട്ട് ഇതുപോലെ ഒരു അപ്പർ ബെർത്തും ഒരു ലോവർ ബെർത്തുമായിട്ട് മാത്രം വരുന്നുണ്ട്. പക്ഷേ സ്പേഷ്യസ് ആയിരിക്കില്ല. ചെറിയൊരു എന്താ പറയുക, അതിന് ആ ഒരു സ്പേസേ ഉണ്ടാവുള്ളൂ. എന്നാൽ റേറ്റ് കുറവാണ്. അതായത് സെക്കൻഡ് ക്ലാസ്സിൽ ഇപ്പം ഈ 4 പേര് ഇരിക്കുന്ന നമ്മളാ ടിക്കറ്റില്ല, ആ ടിക്കറ്റ് റേറ്റ് തന്നെയാണ് അതിനും വരുന്നത്. അപ്പോൾ നിങ്ങളൊരു കപ്പിളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ അത് ആദ്യമേ ബുക്ക് ചെയ്യണം. ആദ്യമേ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എന്നെപ്പോലെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ബുദ്ധിമുട്ടുള്ളവർ, അതായത് താല്പര്യമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ലോവർ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ബുക്കിംഗ്. പക്ഷേ മുകളിലേക്ക് വലിഞ്ഞു കയറണമല്ലോ എന്ന് ഓർത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് 2 ലോവർ കൊടുത്തത്. അങ്ങനെയും ചെയ്യാം. പിന്നെ ഈ കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ അഡാപ്റ്റർ എന്ന് പറയുന്നത് ഈ കാണുന്ന ടൈപ്പ് E അല്ലെങ്കിൽ F, മനസ്സിലായില്ലേ? ഇങ്ങനെ ഉള്ളിലേക്ക് ഈ രീതിയിലുള്ള അഡാപ്റ്റർ ആണെങ്കിലാണ് കുറച്ചുകൂടി നല്ലത്. നല്ലതെന്നല്ല, അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അഡാപ്റ്ററും വെച്ച്
ബാക്കിയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ചാർജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഒന്ന് യൂണിവേഴ്സൽ അഡാപ്റ്ററും പിന്നെ ഈ കാണുന്ന ഇതും. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ടാവുമല്ലോ. മൊബൈൽ തന്നെ 2 ഉണ്ടാവും, പിന്നെ വാച്ച് ഉണ്ടാവും, പിന്നെ പവർ ബാങ്ക് ഉണ്ടാവും, പിന്നെ ക്യാമറ ചാർജ് ചെയ്യണം, പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ സെറ്റാണ്. അങ്ങനെ ഈ ട്രെയിനിലൂടെയുള്ള ഇമിഗ്രേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. അതായത് നമ്മൾ അൽമാറ്റി എന്ന് പറയുന്ന കസക്കിസ്ഥാനാണ്. കസക്കിസ്ഥാൻ നമ്മൾ എക്സിറ്റ് അടിച്ചു. ഇവിടെ വന്നു നമ്മളിരിക്കുന്നിടത്തേക്ക് ആൾ വരും. അതിൽ ചെറിയൊരു കമ്പ്യൂട്ടർ പോലത്തെ ഒരു ഡിവൈസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, പാസ്പോർട്ട് സ്കാൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. എന്നിട്ട് അവർ ജസ്റ്റ് സീൽ വെച്ചിട്ട് അവർ പോകും. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ഒരു 3/4 മണിക്കൂറാണ് ഹോൾട്ടുള്ളത്. 3/4 മണിക്കൂർ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അടുത്തതെന്ന് പറയുന്നത് അടുത്ത സ്റ്റോപ്പിൽ നമുക്കൊരു 1.5 അവർ നമ്മൾ അവിടെ നിർത്തിയിടും. അത് ഉസ്ബെക്കിസ്ഥാൻ്റെയാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള കൺട്രി അവർ നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ സ്നിഫർ ഡോഗ്സിനെയൊക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നോക്കാം. അതിനുശേഷമാണ് അവർ അങ്ങോട്ടേക്കുള്ള എൻട്രി. ഈ ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള വീസ വേണമല്ലോ, അപ്പോൾ വീസ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തോളൂ. നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊടുത്തു വരണം. അപ്പോൾ അതിനൊക്കെ എൻട്രി സീലും വെച്ചിട്ട് അവർ നമുക്ക് തരും. ട്രാവൽ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റും. ആ മിസ്റ്റേക്കുകൾക്ക് നമുക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് വില കൊടുക്കേണ്ടതൊന്നുമില്ല, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോൾ ആക്ച്വലി സംഭവിച്ചു. ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ വിസ ഞാൻ തന്നെ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ വിസയുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ ബർത്ത് ഡേറ്റ് വരുന്നത് 22 ആണ്. അപ്പോൾ ഞാൻ എക്സ്പയറി ഡേറ്റിൽ ഞാൻ അറിയാതെ, അതായത് ദിവസം മാത്രം 22 വെച്ചു. എക്സ്പയറി ബാക്കിയെല്ലാം ഓക്കെയാണ്, പേരും ഓക്കെയാണ്, പാസ്പോർട്ട് നമ്പർ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. വിസയും വന്നു, വിസയും പ്രിൻ്റ് ചെയ്തിട്ട് കയ്യിൽ വെച്ചു. അപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് വിസ കൊടുക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ മുമ്പ് വൈഫ് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് എക്സ്പയറി ഡേറ്റ് മിസ്മാച്ച് ആണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്കിത് രൂപം പറ്റിയിട്ടുണ്ടോ. ഞങ്ങൾ വിയറ്റ്നാമിൽ പോയപ്പോഴും വിസ എടുത്തപ്പോൾ ഈ കാര്യം ഇതേപോലെ തന്നെ സംഭവിച്ചതാണ്. വീണ്ടും ആ മിസ്റ്റേക്ക് ആവർത്തിച്ചു. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിനും പിന്നെ തിരിച്ചുള്ള ട്രെയിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആകെ ടെൻഷനായിരുന്നു, എന്ത് പറ്റുമെന്നും അറിയാൻ പറ്റില്ല. ഈ ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾ ഈ കാണിച്ച മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കിൻ്റെ ഒരു വിലയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അങ്ങനെ പുതിയൊരു രാജ്യത്ത് കാലുകുത്തി. ഫ്ലൈറ്റിലൂടെ അല്ല, ബൈ ട്രെയിൻ. അത് കൊള്ളാം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതാണ് ഈ അഫ്രോസിയോബ് എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു ബുള്ളറ്റ് ട്രെയിനാണ് ആക്ച്വലി. നമ്മൾ നാളെ ഈ ബുള്ളറ്റ് ട്രെയിനിൽ ഇവിടുന്ന് സമർഖണ്ഡ് വരെ പോകും. പിന്നെ ഇവിടെ ഇതുപോലെയൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാം റെയിൽവേ. ഇവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ സിം കാർഡ്, യൂസെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിം കാർഡിനെ കുറിച്ച് 6000 ഉസ്ബെക്കിസ്ഥാനി സൊം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 450-500 അടുത്തൊക്കെ വരും. നമ്മളതാണ് ഏറ്റവും കുറഞ്ഞ പ്ലാൻ, 60 GB. അതിനകത്ത് 25 GB ആണ് നമുക്ക് 5G കിട്ടുള്ളൂ. അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, സിം എടുക്കാനിവിടെ പോസ്റ്റ് ആയിരിക്കുകയാണ് ഗൈസ്. പോസ്റ്റ് ടാഷ്കൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നമ്മൾ എക്സിറ്റ് അടിക്കുന്ന സിമ്മെല്ലാം വാങ്ങി എക്സിറ്റ് അടിക്കുന്ന ഇങ്ങോട്ടാണ്. അപ്പോൾ റോട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടോ, അതിനകത്ത് റെഡ് കളറിൽ വൈറ്റ് ലെറ്ററിൽ M എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മെട്രോ ആണ്. അപ്പോൾ നമുക്ക് മെട്രോ കയറി ഷോർസു ഓൾഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ ഒരു പേരിലുള്ള റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള ഈസി ആക്സസ് ആണ്. നമുക്ക് ചോർസു ബസാറൊക്കെയുള്ള ആ ഒരു മെട്രോ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് മെട്രോ. tickets.kz എന്നുള്ള ഈ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ടു കസക്കിസ്ഥാൻ അല്ലെങ്കിൽ കസക്കിസ്ഥാൻ ടു ഉസ്ബെക്കിസ്ഥാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ഈ പ്ലേലിസ്റ്റ്, ഈ കസക്കിസ്ഥാൻ 2025 അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ 2025 എന്നുള്ള പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ടിക്കറ്റ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, മുഴുവൻ റഷ്യനിലായിരിക്കും, നമുക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലാവില്ല. അല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് ഇവിടെ ഈ ടോപ്പിൽ ഈ ഭാഗത്തായിട്ട് വരും. പിന്നെ നമുക്ക് ഡേറ്റ് ആണ് നോക്കേണ്ടത്, ഡേറ്റ്, നമ്മുടെ ടൈം. ഇത് അൽമാട്ടി 2 എന്ന് പറയുന്ന സ്റ്റേഷൻ, ഇത് ടാഷ്കെൻഡിലേക്ക് പോകുന്നു. നമ്മൾ ടാഷ്കെൻഡിൽ എത്തുന്ന സമയം, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, നമ്മളുടെ കോച്ച് നമ്പർ 10, സീറ്റ് നമ്പർ 13, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ടിക്കറ്റിനുള്ള റേറ്റ് ഇവിടെ ഉണ്ടാകും 21,751 രൂപ ടെങ്കെ. 21,751 ടെങ്കയാണ് ഈ ഒരാൾക്ക് വേണ്ടി ചിലവായിരിക്കുന്നത്. നമ്മൾ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ എങ്ങനെ ടിക്കറ്റ് എടുത്താലും നമുക്ക് ഓരോ ടിക്കറ്റായിട്ടായിരിക്കും ഇഷ്യൂ ആവുന്നത്. ഇത് രണ്ടാമത്തെ ആളുടെ ടിക്കറ്റാണ്. സെയിം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ടെൻഷനൊന്നുമില്ല. നേരെ നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള ട്രെയിൻ യാത്ര ആരംഭിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.